സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് നടത്താം, പക്ഷേ നിയമങ്ങൾ ഓരോന്നും പാലിക്കണം. ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഈ നിയമങ്ങളൊന്നും അറിഞ്ഞിട്ടേയില്ല. ഇവിടെ നിന്നും 100 മീറ്റർ മാത്രം അകലെ അദ്ദേഹം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ആര്യനാട് ജംഗ്ഷനിൽ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്നിരിപ്പുണ്ട് ആശുപത്രിയിൽ കാണാത്ത ഡോക്ടർ. സെപ്റ്റംബർ 23 മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തയാണ് കണ്ടത്. ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ നെൽസൺ ഡോക്ടറുടെ ചട്ടം ലംഘിച്ചുള്ള സ്വകാര്യ പ്രാക്ടീസ്. തെളിവ് സഹിതം ഈ വാർത്ത പുറത്തെത്തിച്ചെങ്കിലും അന്ന് KGMOയെ പറഞ്ഞത് കാണാം. കുടുംബസമേതം ആശുപത്രിക്കടുത്ത് താമസിക്കാൻ വേണ്ടി അദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഒളിക്യാമറയുമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സസ്പെൻഷനിലുള്ള ഡോക്ടറെ തിരിച്ചു തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള മുറവിളിയായിരുന്നു KGMOയ്ക്ക്. ഡോക്ടർ നെൽസനും KGMOയും ചേർന്ന് നടത്തിയ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നാൽ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ നെൽസൺ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് നിയമലംഘനം. മെഡിക്കൽ ഓഫീസറായിരിക്കെ ആര്യനാട് ആശുപത്രിയിൽ നടത്തിയ സാമ്പത്തിക ഇടപെടലുകളിൽ സംശയം. സസ്പെൻഷനിലായിരുന്ന ഡോക്ടർ നെൽസനെ തിരിച്ചെടുത്തതും പരാതി ഉയർന്ന തിരുവനന്തപുരത്തേക്ക് തന്നെ ട്രാൻസ്ഫർ നൽകിയതും പുനഃപരിശോധിക്കണം. സ്വകാര്യ പ്രാക്ടീസ് സ്ഥലത്തെത്തുന്ന രോഗികൾക്ക് ആശുപത്രിയിലെ മരുന്ന് നൽകി ക്രമക്കേട്. ഡോക്ടർ നെൽസൺ കേസ് ഒതുക്കാൻ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. കുറ്റാരോപിതനെ സംരക്ഷിച്ച KGMOയുടെ ഭാരവാഹികൾ ചെയ്തത് തെറ്റ്. അങ്ങനെ ഗുരുതര കണ്ടെത്തലുകളാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഇതിനു പുറമെ തുടർ നടപടികൾക്കുള്ള ശുപാർശ കൂടി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലുണ്ട്. എന്ത് നടപടി വരുമെന്ന് കാണണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.